ട്രംപിൻ്റെ കാര്യം രസകരമാണ് ട്രംപിൻ്റെ. അതായത് നയതന്ത്ര മര്യാദകളിൽ പോലും നിയന്ത്രണ രേഖ ഇല്ലാത്ത ആളാണ് ട്രംപ് എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. അപ്പോൾ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ 5:33 10-ാം തീയതി 6 മണിക്കാണ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അത് രാജ്യത്തോട് പറയുന്നത്. അപ്പോൾ അരമണിക്കൂർ മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചു. അന്ന് പറഞ്ഞത് ആണവ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു മഹാസംഘർഷത്തെ ഒഴിവാക്കി അതിന് വീരോചിതമായ ഈ രാജ്യങ്ങൾക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ മാറ്റി പറഞ്ഞു. അതായത് പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള വ്യാപാരം മൊത്തം അവസാനിപ്പിക്കും എന്ന ഭീഷണിയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും ഈ വെടിനിർത്തലിന് തയ്യാറായത് എന്ന്. അപ്പോൾ നമുക്കറിയാം മെയ് 9, 10 അതിരാവിലെയൊക്കെ സർഗോദ വ്യോമത്താവളം എയർബേസ്, അതുപോലെ നൂർഖാൻ, ഇത് പാകിസ്ഥാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള 2 എയർബേസസാണ്. അത് ആക്രമിക്കപ്പെട്ടു. ഇന്ത്യൻ മിസൈലുകൾ ആക്രമിച്ചു. സർഗോദയുടെ അടുത്താണ് കിരാന മല കുന്നുകളുള്ളത്. അവിടെയാണ് ആണവ സംഭരണ കേന്ദ്രം എന്ന് വാർത്തകളൊക്കെ പറയുന്നത്. നൂർഖാൻ ബേസിൻ്റെ അടുത്താണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ കമാൻഡ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടാവാം എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷെ നമ്മൾ ചരിത്രപരമായി നോക്കുമ്പോൾ 1947-48 ആദ്യ ഇന്ത്യ പാക് യുദ്ധം കാശ്മീരിനെ ചൊല്ലിയായിരുന്നു. അപ്പോൾ അന്ന് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ UN സെക്യൂരിറ്റി കൗൺസിൽ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ സമിതിയിൽ എടുത്ത നിലപാട് പാകിസ്ഥാന് അനുകൂലമായിട്ടായിരുന്നു. പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് മൗണ്ട് ബാറ്റൺ, അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ്റെ ഉപദേശമനുസരിച്ച് കാശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്ര സഭയിൽ ഉന്നയിക്കാനുള്ള ഒരു നെയ്വായിട്ടുള്ള തീരുമാനം ഇന്ത്യ എടുത്തു. പക്ഷേ അത് ഒട്ടും ഫലപ്രദമല്ലെന്ന് കണ്ട് 1960കളുടെ ആദ്യത്തിൽ തന്നെ നമ്മൾ അതിൽ നിന്ന് പിന്മാറി. 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നു. ആ സമയത്ത് പോലും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കാർമ്മികത്വത്തിൽ കാശ്മീർ പ്രശ്നത്തിൽ മാധ്യസ്ഥ്യം വഹിക്കാമെന്ന ഒരു ഓഫറുണ്ടായിരുന്നു. പിന്നീട് 1971 യുദ്ധം ഡിസംബറിൽ കഴിഞ്ഞു. ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം പിറവിയെടുത്തു. 24 വർഷത്തിന് ശേഷം പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്ര മുദ്രാവാക്യമായ ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവിടെ തകർന്നടിഞ്ഞു. അന്ന് ഷിംല കരാറിൽ 72 ഷിംല കരാറിൽ നമ്മൾ ഒപ്പുവെച്ചു. അതിൽ ഒരു ലൂപ്പ് ഹോൾ, ഒരു പഴുതുണ്ടായിരുന്നു. ആ പഴുതിനെയാണ് പാകിസ്ഥാൻ ഇപ്പോഴും പിടിക്കുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ കാശ്മീർ വിഷയം ഉൾപ്പെടെ ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് പരിഹരിക്കുക എന്നതാണ്. അതിൽ തന്നെ അതർ പീസ്ഫുൾ മീൻസ്, മറ്റ് സമാധാനപരമായ മാർഗങ്ങളിലൂടെയും ഈ തർക്കങ്ങൾ പരിഹരിക്കാം. ആ ഒരു ക്ലോസ് ഉണ്ട്. അതർ പീസ്ഫുൾ മീൻസ് എന്നതിനെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞരും പാകിസ്ഥാൻ സ്കോളേഴ്സും ഒക്കെ വ്യാഖ്യാനിക്കുന്നത് ഒരു മൾട്ടിലാറ്ററൽ ഫോറം, ഒരു ബഹുതല അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ സൂചിപ്പിക്കുന്ന ഒരു വകുപ്പാണ് അതർ പീസ്ഫുൾ മീൻസ് എന്നാണ്. ഇന്ത്യ അതിനെ അക്കാലത്തെ എതിർത്ത് പോകുന്നതാണ്. പിന്നെ നരസിംഹറാവുവിൻ്റെ കാലത്ത് തന്നെ, ബിൽ ക്ലിൻ്റൻ്റെ കാലത്ത് പാകിസ്ഥാനിൽ ഈ കാശ്മീർ പ്രശ്നത്തിൽ ഇടപെടാം എന്ന ഓഫർ ഉണ്ടായിരുന്നു. നരസിംഹറാവു അത് തള്ളിയതാണ്. ഗുജറാളിൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാർ ഓഫർ ചെയ്തിരുന്നു. ബ്രിട്ടീഷുകാരെ അദ്ദേഹം പരിഹസിച്ചു വിടുകയാണ് ചെയ്തത്. നിങ്ങളുടെ കൈകൾക്ക് അത്രയും ശക്തിയുണ്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതായത് ഈ കാശ്മീർ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടലിനെ ഇന്ത്യ 1971 മുതലെങ്കിലും വളരെ ശക്തമായി എതിർത്ത് പോന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞ എഴുതിയ പ്രസ്താവനയിൽ ഉള്ളത് ഒരു നിഷ്പക്ഷ രാജ്യത്ത് കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ ഫെസിലിറ്റേറ്റർ, സഹായി ആയി വർത്തിക്കാം എന്നതാണ്. ഇത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പാകിസ്ഥാൻ ഈ പഹൽഗാമിലൂടെ പല ലക്ഷ്യങ്ങളും കണ്ടിരുന്നുവെങ്കിലും ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കാശ്മീർ വിഷയത്തെ വീണ്ടും അന്താരാഷ്ട്രവൽക്കരിക്കുക എന്നതായിരുന്നു.
അപ്പോൾ മാർക്കോ റൂബിയോയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ മീഡിയേഷൻ എന്നൊക്കെ പറയുന്ന ആ പ്രസ്താവനയിലൊക്കെ ഉള്ളത് കാശ്മീർ വിഷയത്തെ ഈ രണ്ട് രാജ്യങ്ങളും ചർച്ച ചെയ്താൽ മാത്രം തീരില്ല. അതിൽ ഒരു മൂന്നാം കക്ഷി അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ രാഷ്ട്രത്തിൽ ഒരു മൾട്ടിലാറ്ററൽ ഫോറത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് എന്നത് ഇന്ത്യക്ക് ഒട്ടും ഗുണകരമല്ല. അത് പാകിസ്ഥാനാണ് ഏറ്റവും അധികം ഗുണകരം. അതുകൊണ്ട് പാകിസ്ഥാൻ അക്കാര്യത്തിൽ ഹാപ്പി ആയിരിക്കും. പക്ഷേ ഇന്ത്യക്ക് സംഭവിച്ച ഒരു വീഴ്ച, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഇൻ്റലിജൻസ് ആ രണ്ട് കൗണ്ടർ പാർട്സുമായിട്ട് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ചർച്ച 3:35 നടക്കുന്നത്. അതിനു മുമ്പ് ഇന്ത്യയുടെ DGMOയെ വിളിച്ചപ്പോൾ കിട്ടിയിരുന്നില്ല, അദ്ദേഹം മറ്റൊരു യോഗത്തിലായിരുന്നു. 3:35 ആ ചർച്ച നടന്നു. അപ്പോൾ തന്നെ വെടിനിർത്തൽ തീരുമാനമായി. എന്നിട്ട് നമ്മൾ വിദേശകാര്യമന്ത്രി അത് പ്രഖ്യാപിക്കുന്നത് 6 മണിക്കാണ്. ഒരു മുഴം മുമ്പേ 27 മിനിറ്റ് മുമ്പേ ഡൊണാൾഡ് ട്രംപ് കയറി അങ്ങോട്ട് ഈ പ്രസ്താവന ഇറക്കി. വെടിനിർത്തൽ ഞങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് ഉണ്ടായത് എന്ന അവകാശവാദം ഉന്നയിച്ചു. പിന്നെ ട്രംപ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുകയാണ്. അപ്പോൾ ട്രംപിനെ കുറിച്ച് ലോകത്തിന് മൊത്തം അറിയാം. അദ്ദേഹത്തിന് നയതന്ത്ര മര്യാദകളിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലും നിയന്ത്രണ രേഖയില്ലാത്ത ഒരു ഭരണാധികാരിയാണ് എന്നറിയാം. അപ്പോൾ ഇന്ത്യ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. കാരണം ട്രംപാണ് മറുവശത്ത്. ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റുമായിട്ട് അവർ പാകിസ്ഥാനിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ISI മേധാവി അസീം മുനീർ, പാക് സൈനിക മേധാവി ഷഹബാസ് ഷെരീഫ്, ഇവിടെ അജിത് ഡോവൽ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വാൻസ് 8 ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ എസ് ജയശങ്കർ. അപ്പോൾ ഈ ചർച്ചകളൊക്കെ അവർ നടത്തിയ കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ കൂടി പിൻബലത്തിലാണ് ട്രംപ് ഇങ്ങനെ ഒരു ട്രംപിന്റെ അവകാശവാദമാണ് ഇന്ത്യ ആവർത്തിച്ച് ഇത് ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള നിലയിൽ വിശദീകരിക്കുന്നത്.